ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമുക്ക് വിശേഷം ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വിശേഷം ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ അങ്ങനെ തന്നെ പണി നടക്കുമ്പോ പിന്നെ എന്തേലൊക്കെ ഓരോ കാരണം കൊണ്ട് നമുക്ക് ഓരോ ദിവസം അങ്ങനെ മിസ്സായി പോകും. പിന്നെ അപ്പൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഉച്ചയായിട്ടുണ്ട് വന്നപ്പോ അവന്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പനി ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയി നിന്നപ്പോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. തലേ ദിവസം പോയപ്പോ അണുബാധ പ്രശ്നം ഉണ്ടോന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പൊ വിചാരിച്ചവരെ പേടിച്ചു പോയതായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും സ്കൂളിലേക്ക് പോയിട്ടില്ല. അവന് ചെറുതായിട്ട് ക്ഷീണുണ്ട്. അപ്പൊ ഇങ്ങനെ കിടക്കന്നെയായിരുന്നു. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം നീച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാല് എന്തെങ്കിലും പണി എടുക്കുകയാണേ, അതാണ് പ്രശ്നം. അതിലേറെ നല്ലത് സ്കൂളിലേക്ക് പോകുക തന്നെയാണ് ഞങ്ങളിങ്ങനെ പറയാണ്. ഇപ്പൊ അവിടെ ചെന്ന് അവിടെ അടങ്ങിയിരിക്കുമല്ലോ. ഇവിടെയും ഇപ്പൊ അങ്ങനെയല്ലേ, പുറത്തിറങ്ങിയാല് കത്തിയോ കൈക്കോട്ടോ എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടാവും. കണ്ടോ കോലം കണ്ടില്ലേ? പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. അതാണ്. കഴിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും മഴക്കാരൊക്കെ ഉണ്ട്. മഴേന്റെ ഒക്കെ ഇതാന്ന് തോന്നുന്നു. നമ്മളെ വീടിന്റെ ഓരോരോ വർക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അടുക്കളേന്റെ ജനവാതിലിന്റെ ഇതാ വർക്ക് നല്ല അനിയട്ടം വന്നിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിനെ ചൂടാറിയിട്ടാവോ? ആ അപ്പൊ കമ്പി വെച്ചിട്ട് ഇന്നലെ ബെൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ബലമുള്ള ഒരു തരം കമ്പില്ലേ, ഇതാണ് കേട്ടോ. പൊള്ളയില്ലാത്ത കമ്പിയാണ്. ഏറ്റവും വില കുറഞ്ഞ കമ്പിയാ, വില കുറവുള്ള കമ്പിയാണ്. ജനലിൽ വെക്കണ കമ്പില്ലേ, പട്ട. നമ്മുടെ പട്ട ഈ സൈഡിൽ കൂടെ ഒക്കെ പട്ട കൊടുത്തു. പട്ടയും കമ്പിയില്ലേ നമ്മളെ പണ്ടത്തെ ജനലിനൊക്കെ വെക്കണ സ്ക്വയർ കാണുമ്പോ ഒരു ഇതില്ലേ, സന്തോഷല്ലേ? അപ്പൊ അങ്ങനെ മറ്റേതൊക്കെ ഉള്ള് പൊള്ളയോ, ഇത് ഉള്ള് കറക്റ്റ് കനാണ് കേട്ടോ. നല്ല ഇതുണ്ട്, കുറഞ്ഞ റേറ്റിന്റെ അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അടുക്കളേന്റെ ആ ജനൽ ഫ്യൂവും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഇതുമാരെ പണി ഗ്ലാസ് വരാനുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ വഴിയെ കാണാം. എന്തൊക്കെയാണ് പ്ലാൻ. ഇപ്പൊ തൽക്കാലം അങ്ങനെ മതി. പിന്നെ നമുക്ക് വലിയ പണിയൊക്കെ ആയിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് വെക്കാം. ആ ഗ്ലാസ് ഇപ്പൊ വെക്കണില്ല. അതിനിപ്പോ എന്തേലും വെച്ചിട്ടില്ലെങ്കിൽ പൂച്ചകള് കിടക്കും. അതുണ്ട്, അത് വെക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും പാഞ്ഞു വരാതിനുള്ള കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ വരും പൂച്ച. തന്നെ അവിടേക്ക് വായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ടൈൽസും പണി ഒക്കെ ഉണ്ട്. അതിനിപ്പോ ആൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിക്കണത്. അപ്പൊ ഞാൻ എന്തൊക്കെ ആകാന്നറിയില്ല. പ്ലംബിംഗ് ഉണ്ട് അതിന്റെ മുന്നേ പ്ലംബിംഗ് ഉണ്ട്. അതും തിരക്ക് തന്നെയാണ്. ശനിയാഴ്ചക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം ഇപ്പൊ ഈ ഒരാഴ്ച ലീവിൽ ഇരിക്കേണ്ടി വരും. പണി ഞാൻ എന്നാലും ഇപ്പൊ സന്തോഷമായിട്ട് ഇങ്ങനെ ബേജാറ് കൂട്ടി എല്ലാരും പണിക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെ കൂട്ടുകൊണ്ട് ഇത്രയും പണി പെട്ടെന്നായി. അല്ലെങ്കിൽ അവിടെ കിടക്കും. മുന്നേ ഒരാഴ്ച മുന്നേ സാധനങ്ങൾക്ക് ഏർപ്പാട് കൂട്ടൽ തുടങ്ങും. അപ്പോള് ബേജാറിനുമ്പോ തന്നെ ഞാനൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയും, ഇപ്പൊ എന്തിങ്ങനെ ബേജാറാവണെന്ന്. പക്ഷെ അങ്ങനെ ആവുകൊണ്ട് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ആയി. ഇപ്പൊ പണിക്കാരൻ കൂടി കിട്ടിയാ മതി. നിങ്ങളെ കഷ്ടപ്പാട് ഞാൻ അറിയണ്ടേ. ഞങ്ങള് എത്രയോ വർഷം കാത്തുനിന്നാണ് അടുക്കള എന്ന് പറഞ്ഞാല് അത്രയും പണ്ടത്തെ അടുക്കളയെ ഇങ്ങനെ ചീഞ്ഞൊലിച്ച് നിന്നു. അതൊരിക്കലും പറഞ്ഞാല് ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാഞ്ഞു പോല അടുക്കളയില് ഇടങ്ങാറായത്. കാരണം ഒരാള് ചേച്ചിമാരൊക്കെ വന്നാല് നമ്മള് അങ്ങോട്ടാ ഓടേണ്ടത് നിശ്ചലാവും. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ വീടായതിന്റെ ശേഷം നമ്മൾ അടുക്കളയിൽ കിടന്ന് ഇടങ്ങാറായത് കുറച്ചൊന്നുമല്ല. ഇനി ഇപ്പോഴാണെങ്കിലും അടുക്കളയിൽ നിന്നിട്ട് ആ ഗ്യാസും വന്ന് ഉണ്ടാക്കാനേ പെട്ടെന്നൊന്നും ആരും വന്നാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നും പണിക്കാരുണ്ടാവുമ്പോഴും ഭക്ഷണമൊക്കെ ഒന്ന് കാര്യമായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റണില്ലല്ലോ. ഇനി അടുക്കള ഉണ്ടാവണം, എന്നാലേ ഉള്ളു മനസ്സമാധാനത്തില് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുക്കളയിൽ നിന്ന് പാചകം ഉണ്ടാക്കലില്ല. ഇപ്പൊ ഒന്നും ഉണ്ടാക്കലുണ്ട്, പക്ഷെ നമ്മളൊന്നും വിശേഷമായിട്ടൊന്നും കാണിക്കലില്ല വീഡിയോയില്. ഇന്ന് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ കിടങ്ങനെ അട ഉണ്ടാക്കണം, പൂവട ഉണ്ടാക്കണം. വാഴ അപ്പൂസെന്നോ കരുതി വെച്ചതാണ് ഈ വാഴ വെട്ടാൻ. എങ്ങനെ താങ്ങി നിന്ന് ഏതായാലും അതിന് വാഴലൊക്കെ വെട്ടിയെടുത്ത് വെച്ചിട്ട് പണി തീരൂലേ. ഓന് വൃത്തിയാക്കണ പണിയാണ്. ഫുള്ള് വൃത്തിയാക്കണ്ടേ. ഇത് അടുപ്പിന്റെ നനവാണ്. വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നമ്മളെ കർമൂസ. അപ്പൊ ഇവിടേക്ക് നമ്മള് സാധനം മേടിച്ചിട്ട് നമ്മള് വീഡിയോ ചെയ്യണ്ടല്ലേ.
അതിനോട് പ്ലഗ് ഇട്ട് നമ്മള് വീഡിയോ കാണിച്ചു തരണ്ട്. ഇവിടേക്കുള്ള സാധനം അല്ല അവിടെ പ്ലഗ് ഇട്ട് അവിടെ കുത്തയ്ക്കാൻ വേണ്ടിട്ട് നാളത്തെ വീട്ടിൽ കാണിക്കാം. അതാ ഇവിടെ ഇടയ്ക്ക് നല്ല ഇതുമ്മ കായ ഉണ്ടായിരുന്നു, ചെറുതുമ്മ കായ ഉണ്ടായി. പക്ഷെ അത് ഇവിടെ നിന്ന് ഉണ്ടാവണില്ല, അപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ചാ. ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ആ മൂലക്കുള്ള മഞ്ഞപ്പൂവാണ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ്ട് അപ്പൂസ് ജിമ്മിനുള്ള പരിപാടി കേട്ടോ. കണ്ടല്ലേ എന്താ ജിമ്മ്? ഇല്ല, കപ്പിയൊക്കെ ഇട്ടിട്ട്. കപ്പിയൊക്കെ ഉണ്ടോ അതിനാ പരിപാടി? അവിടെ കയറൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ പരിപാടിയിലാണ്. ആ പൊട്ടിക്കണ്ട, ഞാൻ പുതിയ മേടിച്ചിട്ടുണ്ട് എനിക്ക് പൊട്ടിച്ച. ആ വാഴേൻ്റെ തണ്ടെടുക്ക്, അത് തെങ്ങുകുഴി കൊണ്ടുപോയില്ല. നമ്മളെ പാറൂസേടാ പണ്ടത്തെ അടുക്കളത്തെ പോലെ മഴയത്തെ എന്നിങ്ങനെ കാണിച്ചു തന്ന രസം ഉണ്ടാവില്ല. പണി കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹോസ്പിറ്റലിൽ പോയപ്പോ അല്ല ഈ ചെരുപ്പിട്ടിട്ട് ഉഷാറല്ലേ? ചെരുപ്പിട്ടിട്ട് വേദനയ്ക്ക് നല്ല മാറ്റം. കുറെ ആൾ ചോദിച്ചിരുന്നു വേദന എങ്ങനെയുണ്ട്. വേദന കുറവുണ്ട് എന്നേ പറയാനായിട്ടുള്ളൂ, മാറിയിട്ടില്ല കേട്ടോ. മാറാൻ മാത്രമുള്ള ദിവസം ആയിട്ടുമില്ല, ഒരാഴ്ച ആയിട്ടുള്ളൂ, മാറിയിട്ടില്ല. നമ്മൾ അടക്കി ഉണ്ടാക്കാൻ പറ്റിയ ശർക്കര എങ്ങനെ അരിഞ്ഞ് ഒരു കത്തി ഇതാണ്, മറ്റേ കത്തി ചുട്ടില്ലേ? അപ്പൊ നമ്മളെ ചിരവ കേടുന്നല്ല, അതിന്റെ ഇരിക്കണ ഭാഗം ഒന്ന് സിപ്പലക പറഞ്ഞിട്ട് ഞങ്ങള് ഇങ്ങനെ വടിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റുകാർ കൊണ്ടുപോയതാണ്. അപ്പൊ ചിരവല്ല, അപ്പൊ ഇങ്ങനെ ഇതൊന്ന് ചെത്തി എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം കേട്ടോ അവിടെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണ്? ഇതാണ് കേട്ടോ. ഇതെന്താ മനസ്സിലായോ? നക്ഷത്രപ്പുളി അറിയില്ലേ? ചതുരപ്പുളി. ആ സാധനമാണ്. നമ്മുടെ തറവാട്ടിൽ കുറേ ഉണ്ട് കേട്ടോ. ഇന്നലെ കുട്ടികൾ പോയിട്ട് പറിച്ചതായിരുന്നു, അതുകൊണ്ട് കറി ഉണ്ടാക്കിയത്. ഒരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ? തേങ്ങ അരച്ചിട്ടൊരു കറി, പുളിങ്കറി, മോരുകറി പോലെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ അമ്മ കുറച്ചിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയാല് നല്ല രസമാണ്. അപ്പൊ വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പോ അത് ഉണ്ടാക്കിയാൽ മതി. ശർക്കരയൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പൊ കൂട്ടി വെച്ചാൽ നമുക്ക് ഇങ്ങനെ തൊട്ട് നിർമ്മിക്കാലോ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയോ? അവരിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? പഴയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. ഗോതമ്പടയായിട്ട് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി നനച്ചിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തിയിരിക്കുക. എന്നിട്ട് ആവിക്ക് അങ്ങ് വേവിച്ചെടുക്കുക. ആദ്യമൊക്കെ നമ്മൾ മറ്റേ ഓട്ടടയൊക്കെ ഉണ്ടാക്കണ മണ്ണിൻ്റെ ചട്ടിയിൽ ചുട്ടെടുത്തിരുന്നു. അതിനും ഇതിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ആവിക്ക് വേവിക്കുന്നതിലും ശർക്കരയും നാളികേരമൊക്കെ കൂട്ടിയിട്ട് നാളികേരത്തിന് നമ്മളിങ്ങനെ അപ്പൂസിൻ്റെ പണിയാണ്. ഒന്ന് ഇതാക്കി എടുക്കാൻ പറഞ്ഞത് ഓതാ ചമ്മന്തി പോലെ അരച്ചെടുത്ത് കുറച്ചധികം അരഞ്ഞു പോയി. പൊടിച്ചിട്ട് കയറിയെന്ന് പറഞ്ഞു. നല്ല സാരല്ല അല്ലേ? അപ്പം നമുക്ക് ഈ പുളിക്കും കൂടി വേണ്ടിട്ട് നമുക്ക് ചതുരപ്പുളി ഇട്ടത്, ചതുരപ്പുളി അരച്ചെടുത്തതാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടേ. ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പുളിയിഞ്ചി പിന്നെന്താ ചതുരപ്പുളി കൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കും. പിന്നെ ജ്യൂസൊക്കെ അടിക്കും. പല എന്തൊക്കെയോ ഉണ്ടാക്കുമ്പോൾ മോഡലുമായിട്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് ഇപ്പം എന്താണെന്ന് പറയുക, നമ്മളെ വീട്ടിലുള്ള സാധനമാണ്. പക്ഷെ നമ്മളതൊന്നും ഉണ്ടാക്കലില്ല. കറി തന്നെ ഇപ്പം ഉണ്ടാക്കി 2 വട്ടമായി ഇപ്പം ഉണ്ടാക്കണേ. പിന്നെ ഞങ്ങളിങ്ങനെ ഉപ്പും കൂട്ടിയൊക്കെ തിന്നും. ഇപ്പം പല്ല് പൊളിക്കണ കാരണം ആദ്യത്തെ പോലെ അത് കടിച്ചിടാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണ്. ഇപ്പം കറി വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. 2 ദിവസമൊക്കെ നിൽക്കും കേട് കൂടാതെ. ഇനി പുളിയിഞ്ചി ഉണ്ടാക്കിയപ്പോൾ അപ്പൂസ് അറിയാം എന്തിനാ അതൊക്കെ ഉണ്ടാക്കണത് വെറുതെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓനൊന്നും അല്ലാതെ പുളിയിഞ്ചിനെ കൂട്ടൂല, ഇനി ഇത് കൂട്ടുമാവോ? അട ഉണ്ടാക്കണ കണ്ട ഞങ്ങൾക്ക് 4 ആൾക്ക് ഓരോ അട കണക്കാക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ. അട ഉണ്ടാക്കി തിന്നാനാകുമ്പോൾ ആരെങ്കിലും വന്നാൽ പെടും. വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ തിന്നിട്ടില്ലെങ്കിൽ നാശാക്കി കളയണ്ട വിചാരിച്ചിട്ടാട്ടോ. നാളികേരം ഒന്നും കിട്ടാനില്ല. ഒന്നാമത് അതാണ് ക്ഷാമാണ് നാളികേരത്തിനൊക്കെ. പൂസ് ശർക്കര അതിൻ്റെ ഇടയിൽ കൂടെ എറിയാൻ തുടങ്ങി.
സാധന നല്ല പണിയാ മണ്ണില്. എന്തൊക്കെ പറയുന്നത് എന്താണ് നമ്മളെ പാറൂട്ടി ഇവിടെ വന്നിട്ടേ കാലിൻ്റെ കൂടെ നടന്നിട്ട് റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ടതാ. അവൾ വന്നാൽ ഒന്നിനും നോക്കിയില്ല, കയ്യിൻ്റെയും കാലിൻ്റെ ഇവിടെയൊക്കെ നടക്കുന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് പരത്തട്ടെ എന്നിട്ട് ആൾക്കാർ കാണാട്ടോ. ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞോ? ഇതൊക്കെ തിരിഞ്ഞു ഓന് പറയണ തന്നെ ഉള്ളൂ, തിന്നൊന്നുമില്ല. ഒരു ഭാഗത്തിട്ടാൽ പിന്നെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് മറിച്ച് വയ്ക്കല്ലേ അടച്ച്, അതാണ് ഒരു ഭാഗത്താക്കണേ. കഴിഞ്ഞു. ആദ്യമൊക്കെ എന്താ പറ്റാന്നറിയോ, ഈ ഉള്ളത്തെ ഫില്ലിങ് ഈ സാധനം മാത്രം തുരന്ന് തിന്നും, ഈ ബാക്കിയുള്ളത് അവിടത്തേക്ക് അത് മൂത്തവർക്ക്, കുട്ടികൾക്ക് ഉള്ളത്തതും. അങ്ങനെയൊക്കെ ഓരോ പണികൾ കാട്ടിയിരുന്നു. ഇപ്പം അനുഭവം നമുക്ക് വന്നു. അമ്മമ്മ എന്താ ചട്ടി കൊണ്ടിരിക്കണേ? ആ അമ്മ പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അട പരത്തി അതിൽ വെച്ചിട്ട് അട വെക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇതൊക്കെ വെള്ളം ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അടേനെ ഇങ്ങനെ പിടിച്ചിട്ട് അടച്ചു. ഇനി എപ്പോഴൊന്നും തുറക്കൂല കേട്ടോ. ഇനി വെന്തതിൻ്റെ ശേഷം നമ്മൾ തിന്നുമ്പോഴേ തുറക്കുള്ളൂ. നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. കിടക്കട്ടെ. ഇനി അങ്ങനെ എല്ലാവരും ഇതിൽ നിരത്തി വെക്കാൻ പോവുക കേട്ടോ. ക്ലോസ്. എണ്ണ ചൂടായിട്ടോ നമ്മൾ കറിയിട്ട് വെക്കാം. ഗ്യാസ് രണ്ട് മണി മുതൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പച്ചമുളക് ചേർക്കാം. ഇനി ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ഇതൊന്നിങ്ങനെ ഒന്ന് വാട്ടും. വേഗം വാടിട്ടോ. ഇനി നമുക്കിരിക്കെ ചതുരപ്പുളി നമ്മളെ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാക്കാം. ഇത് ചേർത്ത് ഓക്കെ. മതി. ശർക്കരയും കൂടി ചൂടാക്കിക്കട്ടെ. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് റെഡിയാവും. ഒന്നുകൂടെ കിടക്കട്ടെ. അപ്പം ഞങ്ങളെ ചതുരപ്പുളി കൊണ്ടുള്ള പുളിയിഞ്ചി കളറ് തോന്നൂല, കാരണം എന്താ വെച്ചാൽ അത് പച്ച ചതുരപ്പുളിയല്ലേ, അതാണ് കളറില്ലാത്ത കേട്ടോ. പിന്നെ ശർക്കര അത്ര കറുത്ത ശർക്കര അല്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഒന്ന് ചൂടാറ്റിട്ടമ്മ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അടുപ്പത്ത് തന്നെ എടുത്തോട്ടെ ടേസ്റ്റ് ഒക്കെ തരുന്നേ. എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണാൻ എൻ്റെ കയ്യിലെ ക്യാമറ. സാധനം രസമുണ്ട്, മധുരമുണ്ട് അല്ലേ. ഇതിലെന്തൊക്കെ അറിയാം കൂട്ടിയത്? അപ്പം ഉലുവ, കടുക്, പച്ചമുളക്, കരിവേപ്പില, ചുവന്ന മുളക്, പിന്നെ ഒരു ശർക്കര, ചതുരപ്പുളി, പിന്നെ ഒരു നുള്ളി ഉപ്പ്, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം ഉലുവപ്പൊടി. ഇത്തിരി സാധനം ഉണ്ട്. പക്ഷെ നമ്മക്ക് ഇങ്ങനെ തൊട്ടുകൂട്ടാനൊക്കെ തൊട്ടുകൂട്ടാൻ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ.
അപ്പം നമ്മൾ ഓഫാക്കി നമ്മളെ എന്താ പറയാ അടയിലൊന്ന് തുറന്നു നോക്കണം കേട്ടോ. അതെന്തായി എന്നൊന്ന് നോക്കുക. നോക്കിയിട്ടില്ല എത്ര നേരമായിട്ട്. ഇവിടെ ഇതെന്താ രണ്ടാൾക്ക് നിന്നാണ്ടേ നോക്കാനുള്ളൊരു സ്ഥലമില്ലാത്ത കാരണമാണ്. എല്ലാം ഒന്ന് തുറന്നിട്ട് കൈക്ക് ആവി എടുക്കും. ആ കണ്ടിട്ട് വന്നിട്ടുണ്ട്. എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും ക്യാമറയ്ക്ക് ആവി കയറി കണ്ടില്ലേ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം കുഞ്ഞ് കഴിച്ച് വെക്കാറാമോ അല്ലേ? ഒരാദ്യം കൂടെ നമ്മളെ പുളിയഞ്ചി രസം അപ്പൂരൊക്കെ വെറൈറ്റിയാണ് രസല്ലേ ഇരുന്ന് തിന്നപ്പോ. നമ്മളെ 4 മണി വിശേഷമാണ്. ചായ, കട്ടൻ ചായ, പൂവട. നമ്മളൊപ്പം കൂടാൻ പോരി അല്ലേ? അപ്പം വിശേഷം എത്ര ഉള്ളൂ. എന്നിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ.